തൃശ്ശൂരിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. നടരാജ് പരശുറാമുണ്ട്. നടരാജ, അവിടെ നഗരത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണോ? ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ആളുകളൊക്കെ നെട്ടോട്ടമോടുന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത്? തൃശ്ശൂരിലെ പ്രശസ്തമായ കോഫി ഹൗസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ കോഫി ഹൗസ്. നമുക്കറിയാം, ഈ കോഫി ഹൗസ് സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. ഇവിടുത്തെ ഫേമസ് കട്ട്ലറ്റ് പലപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. കട്ട്ലറ്റ് നിർമ്മാണം നിർത്തലാക്കിയിട്ടുണ്ട്. ഇവിടെ ഊണില്ല. ഊണുണ്ടോ എന്ന് ചോദിക്കുന്നത് ദിവ്യ, ഊണില്ല. ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇവിടെ ബിരിയാണി വളരെ കാര്യമായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഊണിനെ കുറിച്ച് ചോദിക്കരുത് എന്നാണ് മാനേജർ സേതോട്ടം പറയുന്നത്. സേതോട്ടം, ഊണിനെ കുറിച്ച് ചോദിക്കരുതെന്നാണോ? അല്ല, കുഴപ്പമില്ല. ഊണിപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നല്ലോണം മീൽസ് പോണതാണ് ഇവിടെ. ഇത്തവണ മീൽസ് ചെന്നില്ല. മീൽസ് നിർത്തി ഇന്നലെ തൊട്ട്. ഒരു ദിവസം എത്ര മീൽസ് പോകുമായിരുന്നു? ഇന്നോട്ട് നിർത്തി അല്ലേ? ഇന്നോട്ട് നിർത്തിയത്. ഒരു ദിവസം 10, 90, 100, 115 ഒക്കെ പോകാറുണ്ട്. വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇപ്പോൾ ഒഴിവാക്കിയത്? ഇപ്പോൾ ഒഴിവാക്കിയത് മസാല ദോശ, പൊറോട്ട, ചപ്പാത്തി, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ബിരിയാണി, മെയിനായിട്ട് ബിരിയാണി മാത്രം. ഇവിടെ വരുന്നവരൊക്കെ ഒരുപാട് കട്ട്ലറ്റ് ആസ്വദിച്ച് ചോദിക്കുന്നവരല്ലേ? കൊടുക്കാൻ പറ്റുന്നില്ല. അതെല്ലാവരും അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ വന്ന് കട്ട്ലറ്റും കാപ്പിനും വേണ്ടത് രണ്ടും ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. ഗ്യാസ് തീരില്ല എന്നാണ്, അത് കുറച്ചുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ള ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ 1-2 കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുന്നു. അതോടുകൂടി അത് അവസാനിക്കാൻ വഴിയുണ്ട്. ഈ വർഗ് വെച്ചിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് വേറെ എവിടെയെങ്കിലും തയ്യാറാക്കി കൊണ്ടുവരാനുള്ള പദ്ധതി അങ്ങനെ എന്തെങ്കിലും തീരുമാനിക്കും. ഞങ്ങളുടെ ഓഫീസാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ തൽക്കാലം നമ്മൾ ബിരിയാണി ഇവിടെ വേറെങ്കിലും വെച്ചാണ് ചെയ്തത്. ബിരിയാണി മാത്രം. മറ്റേ സെൻട്രലൈസ് ചെയ്യണം എന്നൊക്കെ ഓഫീസായിട്ട് തീരുമാനിക്കുക. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ സംസാരിക്കാൻ പറ്റും. ഓഫീസുണ്ട് ശക്തൻ്റെ. ഇവിടുത്തെ മസാല ദോശയ്ക്കും ഒരുപാട് ആവശ്യക്കാരിലാണ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തോ? മസാല ദോശയ്ക്ക് കല്ല് കത്തണമെങ്കിൽ കുറ്റി ഗ്യാസ് വേണം. പക്ഷേ മസാല ദോശ ഒന്നും ഇല്ല. മസാല ദോശ ഇപ്പൊ ബിരിയാണി, ചപ്പാത്തി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓർഡർ എടുക്കുന്നവരോട് നമുക്ക് ചോദിക്കാം. അവരാണല്ലോ ആളുകളെ കാണുന്നത്. ചേട്ടാ, ഓർഡർ എടുക്കാൻ പോകുമ്പോൾ എന്താണ് അവർ ചോദിക്കുന്നത്? കട്ട്ലറ്റ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അവർ പ്രതികരണം? ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റംസ് ആണ്. ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർ തിരിച്ചു പോകണ്ട്, കഴിക്കാതെ പോകണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം മസാല ദോശ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, ഇതൊക്കെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഇതൊക്കെ നടക്കുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത കാരണം ആൾക്കാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നെ ബിരിയാണി ഉള്ളതെന്ന് വേറൊന്നും കഴിക്കാത്ത നിവൃത്തിയോടുകൊണ്ട് ആൾക്കാർ ബിരിയാണിയൊക്കെ കഴിച്ചു പോകണം. വിശപ്പിൻ്റെ കാര്യമല്ലേ? കൂടുതൽ പ്രതിസന്ധി ആവണമെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റുമെന്നും അറിയില്ല. ഈ വിറം കൊണ്ട് മാത്രമുള്ളത് ഇപ്പോൾ നടക്കുള്ളൂ. അതിലൊരു പ്രശ്നമുണ്ട്. ഗ്യാസ് വന്നാൽ തന്നെ എല്ലാം റെഡി ആവണം. ഇതാണ് സ്ഥിതി. ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ബാക്കി ഊണ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. കാരണം വേറെ വഴിയില്ല. ഗ്യാസ് ഒരു വലിയ പ്രശ്നമാണെന്ന് ഇവർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ ചില വിഭവങ്ങൾക്ക് പ്രത്യേക പേരുകെട്ട സ്ഥലങ്ങളിൽ അവർക്കത് തയ്യാറാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് കട്ട്ലറ്റ്. തൃശ്ശൂരിലെ കോഫി ഹൗസിൽ കട്ട്ലറ്റ് ഇല്ല, മസാല ദോശയില്ല, നെയ്റോസ്റ്റ് ഇല്ല, മറ്റ് വിഭവങ്ങളൊന്നുമില്ല. ഇന്ന് അവിടെയും ആകെയുള്ളത് ബിരിയാണി മാത്രമാണ്. ഇന്നിപ്പോൾ ബിരിയാണിയെങ്കിലും കിട്ടാനുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്താകും അവസ്ഥ എന്നതും അറിയില്ല.